Good morning, students. At the university question, use divergence theorem to find the outward flux of the vector field f of xyz is equal to 2x sine plus 3yk plus z square k across the unit cube bounded by the coordinate planes and the planes x is equal to 1, y is equal to 1, and z equal to 1. The May 2022 രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചതാണ്. അപ്പൊ ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യണം നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഔട്ട്വേർഡ് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്ലക്സ് കണ്ടുപിടിക്കണം. ഫ്ലക്സ് കാണാനുള്ള ഫോർമുല എന്താണ്? ഡബിൾ ഇന്റഗ്രൽ സിഗ്മ എഫ് ഡോട്ട് എൻ ബൈ ഡൈവർജൻസ് തിയറം. ബൈ ഡൈവർജൻസ് തിയറം ഉപയോഗിച്ചിട്ട് ഡബിൾ ഇന്റഗ്രൽ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രിപ്പിൾ ഇന്റഗ്രൽ ജി ഡൈവ് എഫ് ഡി. ഇതാണ് ഫോർമുല. അപ്പൊ ആദ്യം നമുക്ക് ഡൈവ് എഫ് കണ്ടുപിടിക്കാം. ഡൈവ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽ ഡോട്ട് എഫ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ എക്സ് ഡോട്ട് എഫ് എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു 2x sin 3yj പ്ലസ് z സ്ക്വയർ k. അപ്പൊ ഡെൽ ഡോട്ട് എഫ് കണ്ടുപിടിക്കാം. ഡെൽ ഡോട്ട് എഫ് എന്താണെന്ന് നോക്കാം. Del is equal to del dot f is equal to dou by dou x of 2x, that is equal to 2 എന്ന് വരും. Dou by dou y of 3y, അപ്പൊ 3 വരും. Dou by dou z of z square, that is equal to 2z. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 5 പ്ലസ് 2z. അപ്പൊ ഡെൽ ഡോട്ട് എഫ് നമുക്ക് കിട്ടിയ എത്രയാണ്? 5 പ്ലസ് 2z. ഇനി നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അടുത്ത് ഫ്ലക്സ് കാണാനുള്ള ഫോർമുലയിൽ കൊടുക്കുമ്പോൾ therefore flux is equal to ട്രിപ്പിൾ ഇന്റഗ്രൽ ഡൈവ് എഫിന് പകരം 5 പ്ലസ് 2z. dz ന് പകരം കൊടുക്കാം dv ക്ക് പകരം dz dy dx. ഇത് കോർഡിനേറ്റ് പ്ലെയിൻ ആയതുകൊണ്ട് എല്ലാത്തിന്റെ ലോവർ ലിമിറ്റ് നമ്മൾ 0 കൊടുക്കും. ഡിന്റെ അപ്പർ ലിമിറ്റ് എന്താണ്? 1 ആണ്. വൈയുടെ അപ്പർ ലിമിറ്റ് എന്താണ്? 1 ആണ്. എക്സിന്റെ അപ്പർ ലിമിറ്റ് എന്താണ്? 1 ആണ്. 3ന്റെ അപ്പർ ലിമിറ്റ്. ഇനി ആദ്യം ഇത് z വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അതിനുശേഷം y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം, വൈയുടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അടുത്ത ശേഷം x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം, എക്സിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അതാണ് പ്രൊസീജിയർ. ആദ്യം നമുക്ക് z വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 1 5 plus 2z ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 5z plus 2z square by 2. Lower limit 0, upper limit 1, dy dx. That is integral 0 to 1. ഈ 2 cancel ചെയ്തു. z ന് upper limit കൊടുക്കുമ്പോൾ 5 plus 1. Lower limit കൊടുക്കേണ്ട ആവശ്യമില്ല. dy dx. അപ്പോൾ 6 നമ്മൾ പുറത്തെടുത്തു. ഇന്റഗ്രൽ 0 to 1. ഇനി നമ്മൾ ഇതിനെ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് y വരും. Lower limit 0, upper limit 1 dx. That is equal to 0 to 1. But y യുടെ upper limit 1 ആണ് dx. Then 6 into x, lower limit 0, upper limit 1, 6 into 1. Therefore, the final answer will be 6 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്ക് outward flux of the vector field is equal to 6. ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദി വെക്ടർ ഫീൽഡ് കിട്ടാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? ഡബിൾ ഇന്റഗ്രൽ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ജി ഡൈവ് എഫ് ഡി. ഡൈവ് എഫ് ആദ്യം കണ്ടുപിടിക്കുക. ഡൈവ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽ ഡോട്ട് എഫ് ആണ്. ഡെൽ ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽ ഈസ് ആൻ ഓപ്പറേറ്റർ. ഐ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ എക്സ് ഡോട്ട് എഫ്. എഫ് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് എന്താണ്? 2x ഇൻറ്റു വെക്ടർ ഐ 3y ഇൻറ്റു വെക്ടർ ജെ പ്ലസ് z സ്ക്വയർ ഇൻറ്റു കെ. അത് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 5 പ്ലസ് 2z ആണ്. അതിനുശേഷം നമ്മൾ 5 പ്ലസ് 2z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് dv ക്ക് പകരം dz dy dx എന്ന് കൊടുക്കും. dz dy dx. അതിനുശേഷം നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 5 പ്ലസ് 2z ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 5z പ്ലസ് 2z സ്ക്വയർ ബൈ 2. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ്. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 5 ന് 6 വരും. അതിനുശേഷം y വെച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. The final answer will be 6 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഫൈനൽ ആൻസർ will be 6. ഇത് മെയ് 2022 സ്കീമിൽ സ്റ്റുഡൻസിനോട് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.